വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഉന്നയിച്ച ഒരു ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകിയില്ല. വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. इलेक्शन कमीशन मुझे कहता है आप एफिडेविट दीजिए, मुझसे एफिडेविट मांगता है, मगर जब अनुराग ठाकुर वही बात कहता है जो मैं कह रहा हूँ, उससे एफिडेविट नहीं मांगता है कि हम बात समझ गए हैं वोट चोरी कैसे होती है, हम डुप्लीकेट वोटर की बात समझ गए हैं, फेक एड्रेस की बात समझ गए हैं, फॉर्म 6 की बात समझ गए, तो इन्होंने अब नई तरकीब निकाली है SIR, बिहार की जनता से उनका वोट चोरी करने का तरीका कि इलेक्शन कमिश्नर पर कोई भी केस नहीं किया जा सकता है। आप जानते हो कि हिंदुस्तान का कोई भी कोर्ट, हाई कोर्ट, सुप्रीम कोर्ट उन पर केस नहीं कर सकता है। आप जानते हो ये कानून कब बना? जानते हो 2023 में ये कानून बना क्योंकि नरेंद्र मोदी और अमित शाह ये चाहते हैं कि इलेक्शन कमीशन के खिलाफ कोई कार्रवाई नहीं कर पाए, क्योंकि इलेक्शन कमीशन उनकी मदद कर रहा है, उनके साथ वोट चोरी कर रहा है। ബിജെപിയുടെ വോട്ട് കൊള്ളയ്ക്ക് അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായി. വോട്ടുകൊള്ള ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് വോട്ട് വെട്ടിയ ബിജെപി നാളെ റേഷൻ വെട്ടുമെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ബീഹാറിനെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. വോട്ടർ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം, അതിനുശേഷവും രാഹുൽ നിലപാട് വ്യക്തമാക്കി രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ വോട്ടട്ടിമറി ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം വന്നിരിക്കുകയാണ്. ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ശ്രുതി, സാധാരണഗതിയിൽ ആളുകൾക്ക് അവസാനമായി കൈവശമുണ്ടായിരുന്ന ഒരു സമ്മതിദാന അവകാശമാണ്, ഒരു വോട്ടാണ്. അതുകൂടി BJP തട്ടിയെടുക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിധം വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിക്കുകയും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നത്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം ആർക്കു വേണ്ടിയാണ് നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. ഒരു ചോദ്യത്തിന് പോലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി മറുപടി നൽകാൻ വാർത്താ സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും രാഹുൽ ആവർത്തിച്ചു പറയുകയാണ്. ഏതായാലും വോട്ടർ അധികാർ റാലി ബീഹാറിൽ പുരോഗമിക്കുന്നു. ഇന്ന് ആരംഭിച്ച റാലി 1300 കിലോമീറ്ററുകൾ പൂർത്തിയാക്കിയ ഒടുവിൽ പട്നയിൽ സെപ്റ്റംബർ 1 മഹാറാലിയായി അവസാനിക്കുകയാണ്. 24 പാർട്ടികൾ 24 ജില്ലകളിലൂടെ നടത്തുന്ന യാത്ര രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിലും വലിയ പരിപാടിയായി തന്നെ ഇത് തുടരാനുള്ള നീക്കമാണ് ബീഹാറിൽ പുരോഗമിക്കുന്നത്. ശ്രുതി, ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.